നാട് എന്താണെന്ന് അറിയാത്ത റഹീം നാട്ടിലെത്തി. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇത് സുഡാപ്പികളുടെ വിജയമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? പക്ഷെ അങ്ങനെ കാണുന്ന കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യനെ പോലത്തെ ഇന്ത്യൻ IL5JQനെ പോലത്തെ ആളുകൾ ഇത് സുഡാപ്പികളുടെ വിജയമായിട്ടാണ് കാണുന്നത്. കൊലയാളി റഹീം രക്ഷപ്പെട്ടു, നാട്ടിലെത്തി. ഒരു 20 വർഷം മുമ്പ് റഹീം ജയിലിലാകുന്ന സമയത്തിന് ശേഷം ഇപ്പോൾ ഈ 20 വർഷത്തിന് ശേഷം നമ്മുടെ നാട് പണ്ടത്തെ നാടല്ല. അത് എന്താ പറയുക, നാടിൻ്റെ സ്ട്രക്ചർ മാറിയതുകൊണ്ടല്ല കേട്ടോ, ഭൂപ്രകൃതി മാറിയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നാട്ടിലെ ആളുകളുടെ മനസ്സ് മാറിയതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ റഹീമിൻ്റെ വീഡിയോസ് 2-3 വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ റഹീമിനോട് അന്ന് നേരിട്ട് ജയിലിലിരുന്ന് സംസാരിച്ചിരുന്നു. ആ വീഡിയോസൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് റഹീം ഇറങ്ങും എന്നുള്ള ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ റഹീമിൻ്റെ ആ ഒരു വധശിക്ഷ മാറ്റിവെക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ വീഡിയോ നമ്മൾ ഒരുപാട് നിങ്ങളുടെ അടുത്തോട്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അന്ന് ആ ഒരു ഫണ്ട് പിരിച്ച് 34 കോടി പിരിച്ച്, അതിനൊക്കെ കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടി, അത് പിരിച്ച് അങ്ങോട്ട് എത്തി. അതവിടെ കൊടുത്തിട്ടില്ല. അത് മുസ്ലിം ലീഗുകാർ പുട്ടടിച്ച് തീർക്കുകയാണ്, അല്ലെങ്കിൽ അത് ബോച്ചയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതല്ലെങ്കിൽ അത് ഈ മുസ്ലിങ്ങൾ പണം കൊണ്ടുപോയി അത് മറ്റാർക്കോ മറച്ചു കൊടുത്തു എന്ന് നമ്മുടെ നാട്ടിലെ ഓരോ സംഘികളും ക്രിസംഘികളും ഇരുന്ന് വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ അതിനെതിരെ, അല്ലെങ്കിൽ അത് റഹീം എന്ന കൊലയാളിയെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ പാവപ്പെട്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറ്റിച്ച് പണം വാങ്ങി അങ്ങോട്ട് എത്തിച്ചു. അവിടെ വലിയൊരു സ്കാമിലോട്ടാണ് പോകുന്നത്. റഹീം ഒരിക്കലും ജയിലിൽ ഇറങ്ങാൻ പോകുന്നില്ല എന്ന് നമ്മുടെ നാട്ടിൽ ഓരോ TV-കളിലും ഓരോ യൂട്യൂബ് ചാനലുകളിലും ഇരുന്ന് കുരച്ച പട്ടികളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർക്കൊക്കെ ഇപ്പം കാണാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ പൈസ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർ ദയ നൽകിയിട്ടുമുണ്ട്. അതായത് അറിയാതെ ചെയ്തു പോയൊരു തെറ്റ് എന്ന് പറയാൻ, അറിയാതെ ചെയ്തു പോയത് പിന്നെ തെറ്റല്ല, അറിയാതെ സംഭവിച്ചൊരു കാര്യത്തിൻ്റെ പേരിൽ ഇത്രയും കാലം അവിടെ അത് അനുഭവിച്ച് അവിടെ കിടന്നിട്ടുള്ള ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കാശ് കൊടുത്തിട്ടുണ്ടോ, അത് കാശ് പോയിട്ടുണ്ടോ, അത് സുഡാപ്പികൾ മുഖ്യതാണോ എന്നൊക്കെ ഈ പറഞ്ഞു നടന്ന സകല സംഘികളുടെയും ക്രിസംഘികളുടെയും അണ്ണാക്കിലോട്ടുള്ളൊരു മറുപടിയും കൂടെ പറയണമെന്ന് തോന്നി. ആൾ ഇന്നിവിടെ എത്തി, അതായത് ജയിലിൽ നിന്ന് ഇറങ്ങി നാട്ടിലെത്തുന്നവരെ ഈ ഒരു വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. ഇപ്പം ധൈര്യമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ വൃത്തികെട്ട സംഘികൾ എന്തെങ്കിലും കുരിഷ്ട് ചെയ്യുമല്ലോ എന്ന് പേടിച്ചിട്ട് ഇതുവരെ ഇതിനെപ്പറ്റി വേറെ ഒന്നും അന്ന് നമ്മളൊരു 3 വീഡിയോ ചെയ്ത് വിട്ടു എന്നല്ലാണ്ട് പിന്നെ നമ്മൾ ചെയ്യാണ്ടിരുന്നതിനുള്ള മെയിൻ റീസൺ ഇതാണ്. ഇന്ന് രാവിലെ നമ്മൾ ഏത് മീഡിയാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഇത് തന്നെ കാണുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം, റഹീം നാട്ടിലെത്തുന്നതും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും അതിൻ്റെ സന്തോഷവും. ഉമ്മാനെ കാണാൻ ആൾ ഓൾറെഡി എത്തിയിട്ടുണ്ട് ഉമ്മാൻ്റെ അടുത്ത്. അതൊരു വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം റഹീമിനോട് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തത് കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഇനി മതമില്ലാത്തവനും വരെ പൈസ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ബോച്ചേനെ പോലത്തെ ആളുകൾ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വലിയ സഹായം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല. വെറുതെ പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്നൊരു കാര്യമൊന്നുമില്ല. റഹീമിൻ്റെ കുടുംബവും അല്ലെങ്കിൽ റഹീമോ എന്നെന്നും കടപ്പെട്ടിരിക്കും ഈ മലയാളികളോട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇന്ന് റഹീം വന്നിറങ്ങിയ വീഡിയോകളുടെ താഴെ, പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോകളുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ 99% ആളുകൾ ഇതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ 1% ആളുകളുണ്ടല്ലോ ഈ പറഞ്ഞ സംഘി ക്രിസംഘി, ഞാൻ അവരെ തന്നെ പറയുള്ളൂ. അത് അവന്മാരായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ വീഡിയോ ഇട്ട് ഇതിനെതിരെ സംസാരിച്ചിട്ട്. അതേ കൂട്ടത്തിൽപ്പെട്ട പ്രസവിച്ചിട്ടില്ലാതെ ഉണ്ടായിട്ടുള്ള ആ ജന്തുക്കൾ ഇന്ന് ഇതിൻ്റെ താഴത്ത് വന്ന് വീണ്ടും കമൻറ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സുഡാപ്പികളുടെ വിജയമായിട്ടും, അതല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഒരു കൊലയാളിയെ കൊണ്ടുവരാൻ കേരള ജനത കാണിച്ചിട്ടുള്ള മോശം പ്രവൃത്തിയായിട്ടൊക്കെ ഒരുപാട് കമൻറ്റുകൾ, ചില കമൻറ്റുകൾ ഞാൻ വായിച്ചിടാം. നമുക്ക് തോന്നും നമ്മൾ അതായത് ഒരു 10 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു കാര്യം നടന്ന് റഹീം ഇവിടെ വരുന്നതെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ നമ്മൾ കാണില്ലായിരുന്നു. പക്ഷേ ഈ 10 വർഷം കൊണ്ട് ആളുകളുടെ ഇടയിലോട്ട് കുത്തി നിറച്ച് വെച്ചിട്ടുള്ള മതത്തിൻ്റെ പേരിലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും ആളുകളുടെ അകത്തോട്ട് കുത്തിവെച്ച്, മതം കുത്തിവെച്ച്, വർഗീയത കുത്തിവെച്ച് തേച്ചൊലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കുറേ ചെറ്റകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനസ്ഥിതിയാണ് പറയുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഈ കമൻറ്റുകളിൽ കൂടുതലും അവരുടെ പേരുകളും പ്രൊഫൈലുകളും നോക്കിക്കഴിഞ്ഞാൽ ഫേക്ക് ഐഡികളിലെ ഇവന്മാർ വരുള്ളൂ. കാരണം ഇവന്മാർ പറയുന്നത് മൊത്തം ഈ ചെറ്റത്തരമാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ആ ചെറ്റ സ്വഭാവം കാണിക്കാൻ സ്വന്തം ഐഡിയയിൽ വന്നു കഴിഞ്ഞാൽ പുറത്ത് വലിയ പകൽമാന്യന്മാരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇവന്മാർക്ക് പറ്റാത്തത് കൊണ്ട് കൂടുതലും ഫേക്ക് ഐഡികളായിരിക്കും. അതിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു ഇതാണ്, ഇത് സുഡാപ്പികളുടെ വിജയം, കൊലയാളി റഹീം രക്ഷപ്പെട്ടു. ഇതാണ് അവൻ്റെ ഇത് കണ്ട നിങ്ങൾ. ഇന്ത്യൻ അതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇവന്മാർ ഈ കള്ള നാഷണലിസം കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലോട്ട് ഞങ്ങൾ വലിയ നാഷണലിസ്റ്റ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രാജ്യദ്രോഹികൾ, അത് പരമ ചെറ്റകളായിരിക്കും ഈ പറയുന്നവന്മാരൊക്കെ കേട്ടോ.
വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് നല്ല ഒരു ദിവസം, അല്ലെങ്കിൽ നല്ല സംസാരം സംസാരിക്കേണ്ട ഒരു ദിവസം, അല്ലെങ്കിൽ നല്ല വർത്തമാനം പറയേണ്ട പെരുന്നാളിൻ്റെ ദിവസം, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതുകൊണ്ടായത്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ അടുത്ത ഒരു ഫേക്ക് ഐ ഡി എന്ന് പറയുന്നതാണ്, ഈ ക്യാഷ് കൊണ്ട് എത്ര പാവങ്ങളെ രക്ഷിക്കാമായിരുന്നു, കൊലയാളിക്ക് വേണ്ടി ക്യാഷ് വേസ്റ്റ് ചെയ്തു. എന്ത് സന്ദേശമാണ് ഇതിലൂടെ ജനങ്ങൾ കൊടുക്കുക? ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുത്താൽ മതി. അവൻ്റെ ഐ ഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഫേക്ക് ഐ ഡിയാണ് എന്താണെങ്കിലും. കൊലപാതകയ്ക്ക് കിട്ടുന്ന സ്വീകരണം, കേരളത്തിൻ്റെ അധപതനം. പിന്നെ മറ്റൊരു ഇത് വായിച്ചു തരാം. ഒരു ഡിസേബിൾഡ് കൊച്ചിനെ കൊന്നതിനാണ് ഈ സ്വീകരണം. അവൻ ഓസ്കാർ വിന്നർ അല്ല, മണ്ടന്മാരെ, ജയിലിൽ നിന്നുമാണ് വരുന്നത്. ആരെയോ കൊന്നതിന് അല്ലേ ഇയാളെ ജയിലിലാക്കിയത്. പട്ടും വളയും സർക്കാർ ജോലിയും കൊടുക്കൂ, യുദ്ധം ജയിച്ച് വരികയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും സന്തോഷം, പക്ഷേ ഒരു കുഞ്ഞിനെ കൊന്നവനല്ലേ. ഇവൻ എന്ത് മഹത്തായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്? ഒരു കൊലപാതകയെ സ്വീകരിക്കുന്നത് ഇത്രയും ആഘോഷം വേണോ? മാധ്യമങ്ങൾ ഇവനെ ഇത്ര പരിശുദ്ധനാക്കണോ? ഇവൻ ചെയ്ത കൊടും ക്രൂരത സ്വബോധമുള്ള മനുഷ്യരാരും മറക്കില്ല. നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേർ ഗൾഫ് രാജ്യങ്ങളിൽ ജയിലിൽ ഉണ്ടെന്ന് വെറുതെ ഓർമ്മിപ്പിക്കുന്നു. ജിജോ ജോഷി, എൻ്റെ പൊന്ന് ക്രിസംഗിയെ, എന്നോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. ഇവന് ചെയ്ത മഹത്തായ കാര്യം എന്താണെന്ന് നീ ചോദിച്ചല്ലോ. ഇവൻ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന് സത്യം. ഒരു കയ്യബദ്ധമൊന്നും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നു പോയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ 20 വർഷമാണ് ഇയാൾ ജയിലിൽ കിടന്നത്. ഇനി ഇത്ര മാധ്യമങ്ങൾ ഇവൻ ഇത്ര വിശുദ്ധനാക്കേണ്ട കാര്യമില്ല, ഇത്രയും ആഘോഷിക്കേണ്ട കാര്യമില്ല. എന്താ പറയുക, ഈ കൊടും ക്രൂരത ഇവൻ ചെയ്തത് കൊടും ക്രൂരതയാണ്. ഒത്തിരി പേര് ഗൾഫിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ നാട്ടിലെ ആളുകൾ നിന്നെ പോലത്തെ ക്രിമികളായിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളൊക്കെ സഹായിച്ചത് കൊണ്ടാണ് റഹീം ഇപ്പം നാട്ടിലോട്ട് ആ എമൗണ്ട് അവിടെ കൊടുക്കാൻ പറ്റിയതും ഒരു എന്താ പറയുക, ആ കേസിൽ നിന്ന് ഇല്ലാണ്ടായി നാട്ടിലെത്തിയിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടാണ്. ഈ ചെയ്തത് കുറ്റമാണോ തെറ്റാണോ ഒക്കെ ആളുകൾ ചിന്തിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് കൊടുത്തതാണ് പൈസ. അതല്ലാണ്ട് ഒരു കൊലയാളിനെ പുറത്തിറക്കാൻ വേണ്ടി കൊടുത്ത പൈസ അല്ല. പിന്നെ നിനക്കൊക്കെ ആ തോന്നൽ വരുന്നത് അത് ഇവൻ്റെ മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് ഷാജി പറഞ്ഞ സാഹചര്യം പോലും അറിയാണ്ട് അതെടുത്തിട്ട് നിങ്ങൾ പലപ്പോഴും ഊക്കി, അല്ലെങ്കിൽ നിങ്ങൾ അതെടുത്തിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട് അല്ലേ, ഭീകരതനെ പറ്റിയൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ നിൻ്റെയൊക്കെ പ്രശ്നം മതമാണ്, വേറെ ഒന്നുമല്ല. ആ രാജ്യമാണ്, റഹീമിൻ്റെ മതമാണ്. അതാണ് നിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറണമെങ്കിൽ നീയൊക്കെ അതൊക്കെ കൊഴുത്ത് ചാവണം നീക്കുക. അപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഈ നാട് ഇപ്പം ഒന്ന് രക്ഷപ്പെട്ടു പോവുള്ളൂ. ഇവിടെ കൊണ്ടും കഴിയുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇതുപോലത്തെ ഒരു 100 കണക്കിൽ എന്താ പറയുക മെസ്സേജുകൾ വരുന്നുണ്ട്. പിന്നെ PFS കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്, കുന്തം കുടഞ്ചക്രം, എന്തുകൊണ്ട് ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കുന്നു, അല്ലെങ്കിൽ ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾ ഒരു പ്രശ്നക്കാരാകുന്നു എന്ന് സ്വയം ചിന്തിക്കുക. ഇത് മുസ്ലിമിനോടാണ് പറയുന്നത് കേട്ടോ. അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുടെ മതം മുസ്ലിം ആയതുകൊണ്ടാണ് ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളെ ആളുകൾ വെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾ പ്രശ്നക്കാരാകുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവിടെയൊക്കെ ഇവന്മാരുടെ പ്രശ്നം മതമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇപ്പം റഹീം നാട്ടിലെത്തി. ഇനി റഹീം അനുഭവിക്കാൻ പോകുന്നത് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മൾ വിചാരിച്ച പോലെയല്ല. നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങളും നാട്ടിലെ ആളുകളുടെ ഉള്ളിലെ വിഷവും കുത്തിത്തിരിപ്പും ഈ ചെറ്റത്തരം വർഗീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റഹീമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ ജയിലിൻ്റെ അകത്ത് കിടന്ന ഒരാൾക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി വന്നു കഴിഞ്ഞ് ഇയാൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും ഇയാൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഉമ്മയുടെ അടുത്തെത്തി, കുടുംബത്തിൻ്റെ അടുത്തെത്തി, നാട്ടിലെത്തി, രാജ്യത്തെത്തി, സന്തോഷം, അതിൻ്റെ സന്തോഷവും കാര്യങ്ങളും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ കൂടെ ഇയാൾ കുറച്ചു കാലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ചെറ്റകളുടെ വായിൽ നിന്നുള്ള വേണ്ടാത്ത വർത്തമാനങ്ങളായിരിക്കും. നിങ്ങൾ കണ്ടോ, ഇന്നിപ്പം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ നാട്ടിലെ സംഘ പരിവാണ ചാനലുകളിലൊക്കെ ഇപ്പം വരും ഈ ന്യൂസുകൾ പല രീതിയിൽ തിരിച്ചും മറച്ചും ഈ കാശിൻ്റെ കണക്ക് വരെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റഹീം ചെയ്ത കുറ്റങ്ങളുടെ വിചാരണ വരെ ഇപ്പം നമ്മുടെ നാട്ടിലെ യൂട്യൂബ് ചാനലുകളിലും മറ്റ് ചാനലുകളിലും നടക്കാൻ പോകുന്നതേ ഉള്ളൂ. മലം ചാനൽ പോലത്തെ, ക്രിമി ചാനൽ പോലത്തെ ചാനലുകളിലോട്ട് ഇനി പിച്ച് ചീന്താൻ പോകുന്നതേ ഉള്ളൂ റഹീമിനെ. നിങ്ങൾ വെയിറ്റ് ചെയ്തോ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് 100 അത്തരത്തിലുള്ള വീഡിയോസും മെസ്സേജസും അല്ലെങ്കിൽ കമൻറ്റുകളും കാണാം. അതാണെങ്കിലും റഹീം നാട്ടിലെത്തി. റഹീമിൻ്റെ സത്യം പറഞ്ഞാൽ ഇനി ആൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എന്തൊക്കെ ഇത്രയും കാലം അവിടെ സ്ട്രഗിൾ ചെയ്തതിനേക്കാൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കാൻ പോകുന്ന സ്ട്രഗിൾ ഇനി അയാൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഏതാണെങ്കിലും പറ്റുന്ന ആളുകൾ, അറ്റ്ലീസ്റ്റ് ബോധവും വിവരമുള്ള ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക, അയാളുടെ സ്വകാര്യതയിലോട്ട് ഇനി കയറാണ്ടിരിക്കുക, അയാളുടെ കുടുംബത്തിലോട്ട് ഇനി കയറാണ്ടിരിക്കുക, അയാളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ജീവിതത്തിലോട്ട് ഇനി അറ്റ്ലീസ്റ്റ് ആളുകൾ കയറാണ്ടിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ലൊരു തുടക്കം, നല്ലൊരു ദിവസം, നല്ലൊരു കാര്യം തന്നെ നടന്നു. അപ്പോൾ നിങ്ങൾക്ക് റഹീമിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ തോന്നലുകളും ചിന്തകളും എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. പെരുന്നാളാണ്. ഇന്നലെ രാത്രി തന്നെ വീണ്ടും അമേരിക്ക
ഇറാനിൽ പോയി അടിച്ചിട്ടുണ്ട്. തിരിച്ച് ഇറാൻ്റെ ആക്രമണങ്ങൾ വരാൻ പോകുന്നത് ഓൾറെഡി വന്നിട്ടുണ്ട്, കുവൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊരു അപ്ഡേറ്റഡ് വീഡിയോ നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം